ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ സംസ്ഥാനത്തെ മന്ത്രിസഭ കൂടി ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ അതിൽ ഭാവിയിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. അതും ഇനി സംസ്ഥാനത്ത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് മുന്നോട്ട് പോകും. പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഗ്രീൻഫീൽഡ് ഹൈവേ NH 966 നാഷണൽ ഹൈവേ 966, ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവൃത്തി പൊതുവെ ഞങ്ങൾ പരിശോധിച്ചു. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാണ്. അത് ഇനിയും വേഗത്തിലാക്കാനും അതിൻ്റെ പ്രവൃത്തികൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ജനങ്ങളുമായി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതും സംസാരിച്ചു പോകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതും നല്ല നിലയിൽ സംസ്ഥാന സർക്കാർ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ നേരത്തെ 8-9 വർഷം മുമ്പോ അല്ലെങ്കിൽ 7 വർഷം മുമ്പോ ഒക്കെ നൽകിയ പദ്ധതികൾ അത് മറ്റു പല കാരണത്താൽ കേന്ദ്ര സർക്കാരിന് സഹായിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടുണ്ട്. ആ പദ്ധതികളെക്കുറിച്ചും ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പ്രധാനമായും 7 പദ്ധതികൾ, അത് 7 വർഷം മുമ്പാണ് അതിൻ്റെ DPR തയ്യാറാക്കിയത്. ഇന്ന് അതിൻ്റെ വാല്യൂയിലൊക്കെ മാറ്റം വന്നതുകൊണ്ട് അലൈൻമെൻറ്റിൽ തന്നെ മാറ്റം വരുത്തി മുന്നോട്ട് വെക്കണമെന്നുള്ള നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചു. 4 വരിയാക്കേണ്ടതാണ്. അതിലൊന്ന് കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് മുതൽ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി വരെ, അതായത് വയനാട്ടിലേക്ക് നിങ്ങളൊക്കെ സഞ്ചരിച്ചാണ്. കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക്, വയനാട് ചുരത്തിൻ്റെ അടിയിലാണ് പുതുപ്പാടി. മലാപ്പറമ്പ് കോഴിക്കോട് സിറ്റിയിലാണ്. മലാപ്പറമ്പ് മുതൽ പുതുപ്പാടി വരെ NH 766 4 വരിയാക്കാൻ, 35 കിലോമീറ്റർ 4 വരിയാക്കാൻ ഉള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രപ്പോസൽ തത്വത്തിൽ അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അലൈൻമെൻറ്റിലെ ചേഞ്ചും 7 വർഷം മുമ്പാണ് എന്നുള്ളതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ പുതുപ്പാടി മുതൽ മുത്തങ്ങ വരെ, വയനാട്ടിലെ മുത്തങ്ങ വരെ NH 766 തന്നെ 77 കിലോമീറ്ററാണ്, 77.60. ഇതും പുതിയ അലൈൻമെൻറ്റിലും മറ്റും മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം തത്വത്തിൽ അദ്ദേഹം അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ നിന്നും കൊല്ലം അഞ്ഞിലിമൂട് NH 183, അത് 62.10 കിലോമീറ്ററാണ്. അതും നവീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ അലൈൻമെൻറ്റ് വെച്ചിട്ടുള്ള പ്രപ്പോസൽ അംഗീകരിക്കാമെന്നുള്ളതും അദ്ദേഹം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം പൊൻകുന്നം NH 183, 30.30 കിലോമീറ്ററാണ്. കോട്ടയത്ത് നിന്നും പൊൻകുന്നം വരെയുള്ള റോഡിൻ്റെ നവീകരണത്തിനും തത്വത്തിൽ അംഗീകാരം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മുണ്ടക്കയം മുതൽ കുമിളി വരെ NH 183, 55.15 കിലോമീറ്ററാണ്. അതും ഈ ലിസ്റ്റിൽ പെടുത്താവുന്നതാണ്. ഭരണിക്കാവ് മുതൽ മുണ്ടക്കയം വരെ NH 183A, 116 കിലോമീറ്റർ, 116.80 കിലോമീറ്റർ, അതും ഈ പട്ടികയിൽ പെടുന്നതാണ്. അടിമാലി മുതൽ കുമിളി വരെ NH 185, 84 കിലോമീറ്റർ. ഇങ്ങനെ ടോട്ടൽ 460 കിലോമീറ്റർ, 7 പദ്ധതികൾ. അതിൻ്റെ അലൈൻമെൻറ്റ് പുതുക്കി 7 കൊല്ലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. അലൈൻമെൻറ്റ് പുതുക്കി ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം നൽകാമെന്നുള്ളത് പൊതുവെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കേരളത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന ഒരു നില ഈ റോഡുകൾ നവീകരിക്കപ്പെടുന്നതോടുകൂടി വരും. ഇതെല്ലാ നിലയിലും വളരെ പോസിറ്റീവായി അദ്ദേഹം അംഗീകരിച്ചു. മറ്റ് കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യേണ്ടത്. അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. പിന്നെ വേറെ ചില റോഡുകളുടെ കാര്യങ്ങൾ റീകൺസിഡർ ചെയ്യുന്നത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഒന്നുകൂടി ആലോചിച്ച് അതിൽ നിലപാട് സ്വീകരിച്ച് പോകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു 17 റോഡുകൾ, ഇൻ പ്രിൻസിപ്പളായി 17 റോഡുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു 17 റോഡുകൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനും ഏറെക്കുറെ അംഗീകാരം ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, ഇതിന് പുറമെ ഇതിൻ്റെ കൂടെ അതിൽ നമ്മൾ പോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എയർപോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതും പൊതുവെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഇത് ഒരു 10-20 കൊല്ലത്തേക്ക് കേരളത്തിന് സഹായകരമാകുന്ന പദ്ധതികളാണ്. മുഖ്യമന്ത്രി അത് മുന്നോട്ട് വെച്ചത് വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ
പിന്നെ മറ്റ് ചില പദ്ധതികൾ ഞാനത് വളരെ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, മുന്നോട്ട് വെക്കാൻ തയ്യാറായിട്ടുണ്ട്. പുനലൂർ ബൈപ്പാസ് NH 744 നമുക്കറിയാം ശബരിമല തീർത്ഥാടകരൊക്കെ ഏറെ വരുന്ന, ഏകദേശം പുനലൂർ ടൗണിൽ 1 ലക്ഷത്തിലധികം വാഹനങ്ങൾ കടക്കുന്ന ടൗണാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും? പ്രത്യേകിച്ച് മകരജ്യോതി ഘട്ടങ്ങളിലൊക്കെ ആയിട്ടുള്ള വലിയ തിരക്കാണ് പുനലൂർ, നിങ്ങൾക്കൊക്കെ അറിയാം. അതിന് ഞങ്ങളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും പോസിറ്റീവായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഭാവിയിൽ അത് പരിഹരിച്ചു പോകാനാകും.